ആർഎൽഡിക്കും എൽജെപിക്കും ജെഡിഎസിനും ശിവസേന ഷിൻഡെ വിഭാഗത്തിനും എൻസിപി അജിത് പവാർ വിഭാഗത്തിനും അടക്കം കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെ പുറത്തു വരുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആരൊക്കെ ഭാഗം ആകുമെന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ മന്ത്രിമാർ തീർച്ചയായും ഈ സത്യത്തിലും സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പോഴും ഈ ഒരു ജംബോ ക്യാബിനറ്റ് ആയിരിക്കും ഇത്തവണത്തേത് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നല്ലോ മിഥുൻ. അതിനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ, അതായത് നേരത്തെ തന്നെ നമുക്കറിയാം എൻസിപി അജിത് പവാർ പക്ഷത്തിന് ആകെ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് കരുതിയെങ്കിൽ പോലും പ്രഫുൽ പട്ടേലിനെ, രാജ്യസഭാ അംഗമായിട്ടുള്ള പ്രഫുൽ പട്ടേലിനെ പരിഗണിക്കുമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും ഇപ്പോൾ അത് കേന്ദ്ര നേതൃത്വം തള്ളുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രഫുൽ പട്ടേൽ ആദ്യഘട്ടത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വഹിക്കില്ല എന്നുള്ളത് തന്നെയാണ്, കേന്ദ്രമന്ത്രിയായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും മുന്നോട്ട് വരുന്നത്. അഭിലാഷ്, പക്ഷേ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. ആ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നൽകാതെ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതുകൂടിയുണ്ട്. എന്തൊക്കെ ആലോചനകൾ, എന്തൊക്കെ വിലയിരുത്തലുകൾ ആണ് BJP കേന്ദ്രങ്ങളിലും ഒപ്പം NDA സഖ്യത്തിലും നടന്നിട്ടുള്ളത് എന്നതിൻ്റെ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും